ബിസിനസ് വളരാൻ വർഷങ്ങളെടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ കമ്പനികൾ പോലും അവരുടെ ഗതി മാറ്റുന്നത് വെറും 90 ദിവസത്തെ ആക്ഷൻ പ്ലാനിലൂടെയാണ്. നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നത് വിഷയമല്ല. അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സെയിൽസ് ഇരട്ടിയാക്കാൻ സാധിക്കുന്ന 10 തന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോയുടെ അവസാനം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് സ്ട്രാറ്റജി കൂടി ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് തീർച്ചയായും മാറ്റും. ഒരു ഹാർഡ്വേർഡ് ബിസിനസ് റിവ്യൂ റിപ്പോർട്ട് പ്രകാരം പരാജയപ്പെടുന്ന 70% ബിസിനസ്സുകളും തകരുന്നത് പണമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് കൃത്യമായ ഒരു എക്സിക്യൂഷൻ സൈക്കിൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഗൾഫിലും കേരളത്തിലും ബിസിനസ് ചെയ്യുന്ന 100 കണക്കിന് മലയാളികൾക്ക് ഉപകാരപ്പെട്ട ചില പ്രായോഗിക രീതികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ ബിസിനസ്സിലെ അനാവശ്യ ചെലവുകൾ എങ്ങനെ കുറയ്ക്കാമെന്ന് മനസ്സിലാക്കും, കസ്റ്റമേഴ്സിനെ എങ്ങനെ സ്ഥിരമാക്കാമെന്ന് കണ്ടെത്തും, ഒടുവിൽ നിങ്ങളുടെ ലാഭം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നേരിട്ട് ബോധ്യപ്പെടും. നിങ്ങളുടെ ആകെ ലാഭത്തിൻ്റെ 80% വരുന്നത് വെറും 20% കസ്റ്റമേഴ്സിൽ നിന്നാണ്. ഇത് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണ്? നിങ്ങൾ നിങ്ങളുടെ സമയം ബാക്കിയുള്ള 80% വരുന്ന ലാഭമില്ലാത്ത കസ്റ്റമേഴ്സിനായി കളയുന്നു. ഈ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആ ടോപ്പ് 20% കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അവർക്ക് മാത്രമായി പ്രീമിയം സർവീസുകൾ നൽകുക. ബിസിനസ് വളർത്തുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നത് മാത്രമല്ല, ശരിയായ ആളുകളിലേക്ക് എത്തുക എന്നതുകൂടിയാണ്. കേരളത്തിലെ മിക്ക ഷോപ്പുകളും ബിസിനസ്സുകളും ഒരു സിംഗിൾ പ്രൈസ് പോയിന്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന് പകരം ഒരു വാല്യൂ ലാഡർ സെറ്റ് ചെയ്യാം. ഒരു ചെറിയ സർവീസ് ഫ്രീ ആയി നൽകി കസ്റ്റമറെ അകത്തെത്തിക്കുക. തുടർന്ന് അവർക്ക് വലിയ പാക്കേജുകൾ ഓഫർ ചെയ്യുക. ആപ്പിൾ എന്ന കമ്പനി അവരുടെ ഐക്ലൗഡ് സ്റ്റോറേജിലൂടെ ചെയ്യുന്നത് ഇതാണ്. ചെറിയ തുകയിൽ തുടങ്ങി നിങ്ങളെ അവരുടെ വലിയ എക്കോസിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രോഡക്റ്റും ഏറ്റവും പ്രീമിയമായ ഒരു സർവീസും ഒരേ സമയം ഉണ്ടായിരിക്കണം. മിക്കവരും ബിസിനസ്സിൽ പരാജയപ്പെടുന്നത് അവർ പ്രോഡക്ട്സ് വിൽക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ വിൽക്കേണ്ടത് ഒരു ഓഫറാണ്. ഒരു പ്രോഡക്റ്റിനൊപ്പം ഒരു ഫ്രീ കൺസൾട്ടേഷൻ, ഒരു വാറണ്ടി അല്ലെങ്കിൽ ഒരു ബോണസ് ഗൈഡ് എന്നിവ ചേർത്ത് ഒരു പാക്കേജ് ഉണ്ടാക്കൂ. കസ്റ്റമർക്ക് ഇത് വേണ്ടെന്ന് വെക്കുന്നത് നഷ്ടമാണ് എന്ന് തോന്നണം. ഇതിൻ്റെ അർത്ഥം വില കുറച്ച് മത്സരിക്കുന്നതിന് പകരം മൂല്യം കൂട്ടി നിങ്ങൾ മത്സരത്തിന് പുറത്താകുന്നു എന്നതാണ്. വലിയ സെലിബ്രിറ്റികളെ മറന്നേക്കൂ. നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ കാറ്റഗറിയിൽ സ്വാധീനമുള്ള 5 മൈക്രോ ഇൻഫ്ലുവൻസർമാരെ കണ്ടെത്തൂ. 10,000 ഫോളോവേഴ്സ് ഉള്ള ഒരാൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് 1,00,000 പേർക്ക് ആഡ് കാണിച്ചതിനേക്കാൾ ഫലം നൽകും. കാരണം ജനങ്ങൾ പരസ്യങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരെ വിശ്വസിക്കുന്നു. ഇനി പറയുന്നത് ഒരു ടെക്നിക്കൽ കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഇത് ബിസിനസ്സിനെ ബാധിക്കും. പേയ്മെൻറ്റ് ചെയ്യാൻ കസ്റ്റമർ 1 സെക്കൻഡ് പോലും ബുദ്ധിമുട്ടരുത്. UPI, കാർഡ്, EMI ഓപ്ഷനുകൾ എല്ലാം വിരൽ തുമ്പിൽ ഉണ്ടായിരിക്കണം. പണം നൽകാൻ വൈകുന്ന ഓരോ സെക്കൻഡും കസ്റ്റമർ ആ തീരുമാനം മാറ്റാനുള്ള സാധ്യത കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങളൊരു ഫിസിക്കൽ ഷോപ്പ് നടത്തുകയാണോ എങ്കിൽ ഗൂഗിളിൽ നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് നിങ്ങളുടെ പേരാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും 100 കണക്കിന് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുത്തുകയാണ്. അടുത്ത 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ്സിന് 50 പുതിയ ഗൂഗിൾ റിവ്യൂസ് എങ്കിലും വാങ്ങുക. ഇത് വെറും ഒരു നമ്പറല്ല, ഇത് ഡിജിറ്റൽ കാലത്തെ നിങ്ങളുടെ വിശ്വാസ്യത കൂടിയാണ്. നിങ്ങളുടെ നിലവിലുള്ള കസ്റ്റമർ മറ്റൊരു കസ്റ്റമറെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് എന്ത് ലാഭം കിട്ടും? കേരളത്തിലെ ബിസിനസ്സുകൾ മിക്കവാറും വേർഡ് ഓഫ് മൗത്തിൻ്റെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതിന് പകരം ഒരു റഫറൽ പ്രോഗ്രാം തുടങ്ങും. അടുത്ത തവണ വരുമ്പോൾ ഒരു 10% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സമ്മാനം. ഇത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ സെയിൽസ് ടീമാക്കി മാറ്റും. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വെറുതെ പരസ്യം നൽകുന്നത് നിർത്താം. അതിന് പകരം അറിവ് നൽകുന്ന വീഡിയോകൾ ചെയ്യാം. നിങ്ങളൊരു തുണിക്കട നടത്തുകയാണെങ്കിൽ തുണിയുടെ ക്വാളിറ്റി എങ്ങനെ തിരിച്ചറിയാം എന്ന് പഠിപ്പിക്കുന്നത് പോലെ. നിങ്ങളൊരു വിദഗ്ധനായി മാറുമ്പോൾ കസ്റ്റമർ നിങ്ങളെ തേടി വരും, നിങ്ങൾ അവരെ തേടി പോകേണ്ടി വരില്ല. ഇനി മിക്ക ബിസിനസ്സുകളും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ലാഭനഷ്ടം നോക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓരോ 90 ദിവസത്തിലും നിങ്ങളുടെ പ്രകടനം വിലയിരുത്തണം. ഏതൊക്കെ സ്ട്രാറ്റജി വിജയിച്ചു, ഏതാണ് പരാജയപ്പെട്ടത്, പരാജയപ്പെട്ടവ ധൈര്യപൂർവ്വം ഉപേക്ഷിക്കുക, വിജയിച്ചവയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുക. ഈ തുടർച്ചയായ മാറ്റമാണ് ഒരു ചെറിയ കടയെ ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റുന്നത്. ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങി പോയാൽ അവരെ നിങ്ങൾ മറന്നുപോകുന്നു. എന്നാൽ 90 ദിവസത്തിനുള്ളിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ഓട്ടോമേഷൻ ഉപയോഗിക്കണം. ഇതിൻ്റെ അർത്ഥം അവർക്ക് കൃത്യമായ ഇടവേളകളിൽ പേഴ്സണലൈസ്ഡ് മെസ്സേജുകൾ നൽകുക എന്നതാണ്. വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞ ആ സീക്രട്ട് സ്ട്രാറ്റജി ഇതാണ്: ദ പവർ ഓഫ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. നിങ്ങളുടെ അതേ ടാർഗറ്റ് ഓഡിയൻസ് ഉള്ള എന്നാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ അല്ലാത്ത മറ്റൊരു ബിസിനസ്സുമായി കൈകോർക്കുക. ഉദാഹരണത്തിന് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ഒരു ഫർണിച്ചർ ഷോപ്പുമായി കൊളാബറേറ്റ് ചെയ്യുന്നത് പോലെ. ഇത് നിങ്ങളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് 0 ആക്കി മാറ്റും.
സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഏതെങ്കിലും സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കൂ. കാരണം ഇത് അവർക്കൊരു വലിയ തിരിച്ചറിവായേക്കാം. 90 ദിവസം എന്നത് വെറുമൊരു സമയമല്ല, അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ റീബർത്ത് ചെയ്യാനുള്ള അവസരം കൂടിയാണ്. ഇനി ഒരു കാര്യം കൂടി, ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഉടൻ നടപ്പിലാക്കാൻ പോകുന്ന ആ ഒരു കാര്യം ഏതാണ്? അതോ ഇതിനേക്കാൾ വലിയ സ്ട്രാറ്റജി വേറെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള ബിസിനസ് ഇൻ്റലിജൻസ് ഇനിയും വേണമെങ്കിൽ, പ്രത്യേകിച്ച് മലയാളി സംരംഭകർക്ക് വേണ്ടിയുള്ള ഈ അനാലിസിസ് മുടങ്ങാതെ കിട്ടാൻ ദ പ്രോഫിറ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ബിസിനസ് തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇത് കേൾക്കുന്നത് നിങ്ങളുടെ സംരംഭക യാത്രയെ ഉറപ്പായും സഹായിക്കും.